വിഷ്ണു, ഇഡിക്ക് തിരിച്ചടി, അതിലുപരി കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന്. അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി പുറത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി ശക്തനായിട്ടാണ് തിരിച്ചെത്തുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ഇന്ത്യ മുന്നണിക്ക് കെജ്രിവാളിന്റെ സാന്നിധ്യം നൽകുന്ന ഊർജം, BJPക്ക് അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെയൊക്കെയാണ്? മനു, തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം കിട്ടി പുറത്തേക്കെത്തുമ്പോൾ അത് BJPക്കും കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് മോദിക്കടക്കം വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരിക. കാരണം കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് തടയാൻ എല്ലാ മാർഗങ്ങളും കേന്ദ്രത്തിൻ്റെ അടക്കം ഭാഗത്ത് നിന്ന് ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സുപ്രീം കോടതിയിൽ നിലനിന്നില്ല. സുപ്രീം കോടതി കെജ്രിവാളിന് 21 ദിവസത്തെ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് തീഹാർ ജയിലിൽ നിന്ന് ഇത്തരത്തിൽ പുറത്തു വന്ന കെജ്രിവാളിനെ സ്വീകരിക്കാൻ ആം ആദ്മിയുടെ പ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് എത്തുകയും വലിയ ആഘോഷമാക്കി മാറ്റുക തന്നെയാണ് ചെയ്തത്. കെജ്രിവാളിൻ്റെ വീട്ടിൽ കെജ്രിവാൾ അല്പം മുന്നെയാണ് എത്തിയത്. അവിടെയും മധുര പലഹാര വിതരണമടക്കം വലിയ തരത്തിലുള്ള ആഘോഷമാണ് ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നാളെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ 11 മണിക്ക് ദില്ലി കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തും. അവിടെ നിന്നായിരിക്കും പിന്നീട് അങ്ങോട്ട് കെജ്രിവാളിൻ്റെ പ്രചരണമൊക്കെ തന്നെ ആരംഭിക്കുക. നാളെ 1 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും എന്നൊരു കാര്യം കൂടി കെജ്രിവാൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നാളെ 1 മണിക്ക് ദില്ലിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് വെച്ചായിരിക്കും കെജ്രിവാൾ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുക. എന്തായാലും അത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം കെജ്രിവാൾ നാളെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് കോടതിയിൽ പോലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം, ഈ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചൊരു സാഹചര്യത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ കേസിനെ കുറിച്ച് ഒരു കാരണവശാലും സംസാരിക്കാൻ അനുവദിക്കരുത്, അത്തരമൊരു നിബന്ധന വയ്ക്കണമെന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ ഇന്ന് ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നാളെ മുതൽ പ്രചരണത്തിനിറങ്ങുന്ന കെജ്രിവാൾ ശക്തമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടായിരിക്കും പ്രചരണം നടത്തുക. ഈ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് ആം ആദ്മിക്ക് മാത്രമല്ല, പ്രതിപക്ഷ സഖ്യത്തിന്, പ്രതിപക്ഷ മുന്നണി ഇന്ത്യക്ക് തന്നെ കൂടുതൽ ഒരു ഊർജം പകരുന്ന ഒരു നടപടി തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം കെജ്രിവാളിൻ്റെ അറസ്റ്റിലടക്കം നമ്മൾ കണ്ടതാണ്, വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. കെജ്രിവാളിൻ്റെ മാത്രമായിരുന്നില്ല, പ്രതിപക്ഷത്തെ നേതാക്കളെയൊക്കെ തന്നെ വേട്ടയാടുന്ന സമീപനമാണ് BJP സർക്കാർ മുന്നോട്ട് വെച്ചത്. അതിനൊക്കെ തന്നെ ഏറ്റ ഒരു തിരിച്ചടി. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നിലവിൽ 3 ഘട്ടം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും 4 ഘട്ട വോട്ടെടുപ്പ് ബാക്കി നിൽക്കുന്നുണ്ട്. ആ 4 ഘട്ടത്തിലും കെജ്രിവാളും പ്രചരണത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. അതുതന്നെ വലിയ തലത്തിലുള്ള പ്രചരണത്തിനായിരിക്കും കെജ്രിവാൾ, ആം ആദ്മി, പ്രതിപക്ഷ മുന്നണി ഉൾപ്പെടെ ആ ഒരു കാര്യം കൃത്യമായി തന്നെ പ്രചരണത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. മനു.